വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ രാജ്യ തലസ്ഥാനം സംഭിപ്പിച്ച് ഇന്ത്യ സഖ്യം. ഭരണഘടനയേന്തി പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പാർലമെന്റിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ 300ഓളം എംപിമാരും ഇന്ത്യ സഖ്യ നേതാക്കളും പങ്കെടുത്തു. ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ മാർച്ച് തടഞ്ഞ പോലീസ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. 30 എംപിമാരെ മാത്രം കാണാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തതോടെ കമ്മീഷനെ കാണാനുള്ള നീക്കത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറുകയായിരുന്നു. ആ കാഴ്ചകളൊന്ന് കാണാം. एक्चुअली बात नहीं कर सकते, रियलिटी ये है क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, वन मैन वन वोट की लड़ाई है. इसीलिए हमें साफ प्योर वोटर चाहिए. Actually, as long as there are doubts in the minds of people about the fairness of the elections, that is harming the credibility of the Election Commission. As long as those doubts are removed, then the Election Commission's credibility can be regained. So the Election Commission's own interest lies in addressing these questions. രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനും ജനഹിതത്തെ അട്ടിമറിച്ച് ഒരു ഏകാധിപത്യ ഇന്ത്യയെ പണിതുയർത്താനുമാണ് മോദി ശ്രമിക്കുന്നത്. അതിന് ഇലക്ഷൻ കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിക്കുകയാണ്. ഒരിഞ്ച് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരും. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. അതിൽ വലിയൊരു പോരാട്ടമാണ് ഇന്ന് നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ഗൗരവതരമായ ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതിന് പിന്നാലെ ഇന്ത്യയുടെ സമര ചരിത്രത്തിൽ തന്നെ പ്രതിഷേധങ്ങളുടെ പട്ടികകളിൽ തന്നെ എടുത്തു പറയേണ്ട വലിയൊരു പ്രക്ഷോഭമായി ഇന്നത്തെ പ്രതിഷേധം മാറുകയായിരുന്നില്ലേ? മാത്രമല്ല ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയൊരു ശക്തിപ്രകടനം കൂടിയായി ഇത് മാറുന്ന കാഴ്ചയല്ലേ കണ്ടത്? അതിൽ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമല്ല, ഇത് ഭരണഘടന സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടമാണെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇതൊരു ജനകീയ പോരാട്ടത്തിന്റെ തുടക്കമാണെന്നും നേതാക്കൾ പ്രതികരിക്കുകയുണ്ടായി. അല്ലേ അതിൽ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ വാചകം തന്നെയാണ് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരാൾക്ക് ഒരു വോട്ട് എന്ന തെരഞ്ഞെടുപ്പിന്റെ ആപ്തവാക്യം സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അല്ലാതെ ഒരു രാഷ്ട്രീയ പോരാട്ടമായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി അറസ്റ്റിലായി വാഹനത്തിൽ കയറ്റിയപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം. സമാനമായിരുന്നു. അത്രയും ഒരു പ്രക്ഷോഭം എന്ന രൂപത്തിൽ തന്നെ കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. രാവിലെ തന്നെ പാർലമെന്റിലെത്തിയ ശേഷം പാർലമെന്റിൽ വലിയ ബഹളത്തിലും പ്രതിഷേധത്തിലും മുങ്ങി 2 മണിവരെ ഇരു സഭകളും നിർത്തിവെച്ചു. അതിന് പിന്നാലെയാണ് ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ, തൃണമൂൽ എംപിമാർ, മഹുവ മൈത്ര അടക്കമുള്ള എംപിമാർ ഒരുമിച്ച് ഒരേ നിരയിൽ കോൺഗ്രസിനൊപ്പം അണിചേർന്ന് പുറത്തേക്ക് വന്നു എന്നുള്ളത് തന്നെ ഇന്ത്യ സഖ്യം ഒരുമിച്ചിരിക്കുന്നു, വലിയൊരു ശക്തിയായി തന്നെ ഈ പോരാട്ടത്തെ കാണുന്നു എന്നുള്ളതിൻ്റെ മികച്ച സന്ദേശമായി മാറുന്ന കാഴ്ച കൂടി രാജ്യം കണ്ടു. അതിന് പിന്നാലെ 300ഓളം എംപിമാർ ഈ ട്രാൻസ്പോർട്ട് ഭവന്റെ സമീപത്തേക്ക് വരുന്നു. അവിടെ വെച്ച് 2 നിര ബാരിക്കേഡ് ഉപയോഗിച്ചാണ് പോലീസ് എംപിമാരെ തടഞ്ഞത്. എന്നിട്ടും അഖിലേഷ് യാദവ് അടക്കം, ഡീൻ കുര്യാക്കോസ് അടക്കം, മഹുവ മൊയ്ത്ര അടക്കമുള്ളവർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയും അഖിലേഷൊക്കെ പിന്നീട് ബാരിക്കേഡിന് പുറത്തേക്ക് ചാടിക്കടക്കുകയും ചെയ്യുന്ന ഒരു പോരാട്ട വീര്യം, പ്രതിഷേധത്തിന്റെ മറ്റൊരു രൂപമായി ഈ സാഹചര്യങ്ങളെ, രംഗങ്ങളെ നമ്മൾ അവിടെ കണ്ടു. പിന്നാലെ 1 മണിക്കൂർ നീണ്ട പ്രതിഷേധം. അവിടെ രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു, മല്ലികാർജുൻ ഖർഗെ ഉണ്ടായിരുന്നു. കസേരയിട്ട് ഇരിക്കാൻ, നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കസേരയിട്ട് മല്ലികാർജുൻ ഖർഗെ ഇരുന്നു. രാഹുൽ ഗാന്ധിയും ഒപ്പം മുതിർന്ന നേതാക്കൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ശശി തരൂർ ഉണ്ടായിരുന്നു എന്നുള്ളതും പ്രത്യേകം പറയണം. എല്ലാ എംപിമാരും, ഇന്ത്യ സഖ്യത്തിലെ 300ഓളം എംപിമാർ നിലത്ത് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു 1 മണിക്കൂർ നേരം. പിന്നാലെ പോലീസ് എത്തി. പോലീസും വലിയ സമ്മർദ്ദത്തിലായിരുന്നു എന്ന് പറയേണ്ടി വരും. വലിയ സുരക്ഷ അവിടെ ഒരുക്കിയിരുന്നു. വാഹന ഗതാഗതം പ്രത്യേകമായി ക്രമീകരിച്ചിരുന്നു. പിന്നാലെ 1 മണിക്കൂറിന് ശേഷമാണ് ഇവരെ എംപിമാരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക്, പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അവിടെ തന്നെ 2 മണിക്കൂർ നിയമ നടപടികൾ പൂർത്തീകരിക്കാൻ എടുത്തു എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്ത എംപിമാരെ 3-4 ബസ്സുകളിലായി കൊണ്ടുപോവുകയായിരുന്നു. ഒടുവിൽ അവിടെ നിന്ന് 2 മണിക്കൂറിനൊടുവിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം
രാഹുൽ ഗാന്ധി അടക്കമുള്ള എംപിമാരെ പുറത്തേക്ക് അയച്ചിരിക്കുന്നു. ഇത് ഇവിടം കൊണ്ട് തീരില്ല എന്ന് തന്നെയാണ് മല്ലികാർജ്ജുൻ ഖർഗെയും KC വേണുഗോപാലും കോൺഗ്രസ് നേതാക്കളും ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും അറിയിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4:30 AICCയുടെ നേതൃയോഗം ചേരുകയാണ്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ AICC ജനറൽ സെക്രട്ടറിമാരുടെയും സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നേതാക്കന്മാരുടെയും യോഗം. ആ യോഗത്തിൽ തുടർ നടപടികൾ എന്തൊക്കെയാകണമെന്ന് സംബന്ധിച്ച് ധാരണയുണ്ടാകും. രാഹുൽ ഗാന്ധിയുടെ വോട്ടട്ടിമറി ആരോപണം ഇനി എങ്ങനെ രാജ്യത്തിൽ പ്രതിഷേധമായി പ്രചരണമായി ഉയർത്തിക്കാട്ടണം എന്ന് സംബന്ധിച്ച് ഇന്ന് ധാരണയാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വൈകുന്നേരം ഇന്ത്യ സഖ്യത്തിലെ എംപിമാർക്ക് 300-ലധികം വരുന്ന എംപിമാർക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അത്താഴ വിരുന്ന് നൽകുന്നു. ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. ആ വിധത്തിൽ വലിയ പോരാട്ടത്തിലേക്ക് ഇന്ത്യ സഖ്യം ഈ വിഷയം ഉയർത്തിക്കാട്ടുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയാം. അതിന്റെ തുടക്കം എന്ന നിലയിൽ തന്നെ ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ഈ പോരാട്ട വീര്യം, പ്രതിഷേധം, ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള മാർച്ചും വിലയിരുത്താനാകും. റോഷ്നി.